അമ്പിളി മാമ അമ്പിളി മാമ അമ്പാട്ടേക്കൊന്നെത്താമോ, അമ്മിണി മോളുടെ കുഞ്ഞിക്കവിളിൽ അമ്പിളി മുത്തം നൽകാമോ. കുമ്പിളിൽ നിറയെ താരകമലരുകൾ അമ്മിണി മോൾക്കായി തന്നിടുമോ, അമ്മിണി മോൾക്കൊരു താരാട്ടായി നീ എന്നും കൂട്ടിനിരിക്കാമോ. ഇത് ടീച്ചർ എഴുതിയ ഒരു കവിതയാണ് കേട്ടോ. എന്തിനെ കുറിച്ചുള്ളതാണ്? അമ്പിളി മാമനെ കുറിച്ചുള്ളതാണ്. നമ്മൾ കുഞ്ഞു നാൾ മുതൽ അമ്മമാരും നമുക്ക് ഭക്ഷണം തരുന്ന സമയത്ത് അമ്പിളി മാമനെ കാണിച്ചാണ് നമുക്ക് ഭക്ഷണം തരാറ് അല്ലേ. അപ്പോൾ അമ്പിളി മാമനെ പിടിച്ചു തരാമെന്നൊക്കെ നമ്മളോട് നമ്മളെ പറ്റിച്ചിട്ട് നമുക്ക് ഭക്ഷണം തന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നിങ്ങളുടെ അമ്മമാരോടൊക്കെ ചോദിച്ചാൽ അവരത് പറഞ്ഞു തരും. അപ്പോൾ അമ്പിളി മാമനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിത്രം തെളിഞ്ഞു വരും അല്ലേ. പഴയ കഥകളും അതുപോലെ അമ്പിളി എവിടെയാണ് ഉണ്ടാവുക? മാനത്താണ്, വിണ്ണിലാണ് അല്ലേ. അതിന് ചുറ്റും കുറേ നക്ഷത്രങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ മഴമേഘങ്ങളൊക്കെ വരുന്ന സമയത്ത് അമ്പിളി മാമൻ അങ്ങ് മറഞ്ഞു പോകാറുണ്ട്. ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോഴാണ് ടീച്ചറുടെ ഉള്ളിലേക്ക് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവിത ജനിച്ചത്. അപ്പോൾ ഒരു കവിതയിലേക്ക് നമ്മൾ എത്തുന്നത് ഒരു കാഴ്ച കാണുമ്പോഴാണ് അല്ലേ. നമ്മുടെ മനസ്സിൽ ഒരു കാഴ്ച തെളിഞ്ഞു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കാണുന്ന സമയത്ത് അത് കവിതയായിട്ടും കഥയായിട്ടും അതുപോലെ ലേഖനമായിട്ടും യാത്രകൾ ചെയ്യുന്ന സമയത്ത് അത് യാത്രാവിവരണമായിട്ടൊക്കെ നമ്മളെ രേഖപ്പെടുത്തി വയ്ക്കാറുണ്ട്. ചിലരത് ഡയറി ആയിട്ട്, ചിലരുടെ ഡയറിയൊക്കെ വളരെ വളരെ ഭംഗിയായിട്ടാണ് എഴുതുന്നത്. വെറും ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ഡയറിയിൽ, അതിൽ കഥയും കവിതയും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാഴ്ചകളെ വെറുതെ അങ്ങ് വിടാൻ പാടില്ല. ഒരു കാഴ്ച നമ്മൾ കാണുന്ന സമയത്ത് അതിനെ കഥയാക്കാനും കവിതയാക്കാനും ഒക്കെയുള്ള ഒരു മിടുക്ക് അല്ലെങ്കിൽ ഒരു കഴിവ് നമ്മൾക്ക് ഉണ്ടാവുന്നത് ഭാഷാ പഠനത്തിലൂടെയാണ്. ഭാഷ നമ്മൾ വെറുതെ പഠിച്ചാൽ മതിയോ? വെറുതെ വായിച്ചിട്ടാൽ മതിയോ? അത് പോരാ അല്ലേ. അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനുവേണ്ടി വീണ്ടും വീണ്ടും വായിക്കുക, വീണ്ടും വീണ്ടും കേൾക്കുക, കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുക. ആദ്യമൊക്കെ എഴുതുന്നതിൽ നമുക്ക് എന്തുണ്ടാവും? ചില പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് കൂടുതൽ നമ്മളതിൽ മികവ് നേടുന്ന ഒരു സമയം വരും. അപ്പോൾ നിങ്ങൾ ആദ്യം എഴുതി വെച്ച കവിതയും കഥയുമായിരിക്കില്ല പിന്നീട് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതുന്ന സമയത്ത്. അക്ഷരത്തെറ്റുകൾ കുറയും, അതുപോലെ വർണ്ണനകൾ കൂടും അല്ലേ. ചില വാഗ്മയ ചിത്രങ്ങൾ മനോഹരമായി നിങ്ങൾക്ക് പ്രയോഗിക്കാൻ കഴിയും. അങ്ങനെയുള്ള കഴിവുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഭാഷാ പഠനത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അമ്പിളി എന്ന വാക്കിന് ചന്ദ്രൻ അല്ലേ, ചന്ദ്രൻ എന്ന് നമുക്ക് മറ്റൊരു വാക്ക്. അതുപോലെ ശശി, ശശാങ്കൻ, ഇന്ദു, തിങ്കൾ, പനിമതി, ഇതൊക്കെ ചന്ദ്രൻ്റെ പര്യായ പദങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പാട്ടിലൂടെയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാറ് കേട്ടോ. അപ്പോൾ ക്ലാസ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നമ്മുടെ 6ാം ക്ലാസ്സിലൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ ചന്ദ്രൻ്റെ പര്യായങ്ങൾ അമ്പിളി, ഇന്ദു, തിങ്കൾ, സോമൻ, ശശി, ശശാങ്കൻ, പനിമതി എന്നുള്ളതും ചന്ദ്രൻ്റെ പേരാണല്ലോ. ചന്ദ്രൻ്റെ പര്യായ പദങ്ങൾ, ചന്ദ്രൻ്റെ സമാന പദങ്ങളാണ് ഇപ്പോൾ ടീച്ചർ പറഞ്ഞത്. ഇതുപോലെ എത്ര വാക്കുകളുടെ സമാന പദങ്ങളും പര്യായ പദങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ രസകരമായിട്ട് പഠിക്കാൻ, ഇങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ നമ്മുടെ സൈലത്തിൽ ഒരു വജ്ര എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. ഇതുവരെ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നമ്മുടെ ഭാഷാ പഠനമായിക്കോട്ടെ, മറ്റേത് വിഷയമായിക്കോട്ടെ, ഇത്തരത്തിൽ നല്ല രസകരമായിട്ടാണ് നിങ്ങൾക്ക് അവിടെ ഒരു പഠനം സാധ്യമാകുന്നത്. ദിവസവും അതിന് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, റെക്കോർഡഡ് സെഷൻസ് വേറെ ഉണ്ടാവും. ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും യൂണിറ്റ് ടെസ്റ്റായിട്ടും അതിൻ്റെ ആൻസർ കീ ഡിസ്കഷനായിട്ടൊക്കെ അവിടെ നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല കേട്ടോ, നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ തീർത്ത് തരാനുള്ള ഒരു സാധ്യത കൂടി അവിടെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പെട്ടെന്ന് തന്നെ വജ്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. വെറും പഠനമല്ല, രസകരമായിട്ട് കളിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പഠനമാണ് നമ്മുടെ വജ്ര ബാച്ചിലുള്ളത്. ഇന്ന് തന്നെ ഞങ്ങളുടെ വജ്ര ബാച്ചിൻ്റെ കൂടെ നിങ്ങളും കൂടുക. അപ്പോൾ ബാച്ചിൽ കാണാം കേട്ടോ.